എൻ്റെ പേര് ലേഖ. ഞാൻ ന്യൂക്ലിയസിലെ UFIP ബാച്ചിലെ അഞ്ജലി മേനോൻ്റെ അമ്മയാണ്. എൻ്റെ മൂത്ത മകൾ 4 വർഷം മുൻപ് എൻട്രൻസ് കം ട്യൂഷൻ ബാച്ചിൽ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിനിയായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ സ്കൂളിലത്തെ പഠന സമ്മർദ്ദവും അതോടൊപ്പം തന്നെ വൈകുന്നേരം വന്ന ശേഷം ട്യൂഷൻ സെൻറ്ററിൽ പോകുമ്പം അവിടുന്ന് കിട്ടുന്ന വർക്ക് ലോഡ്, ഇത് രണ്ടും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകാൻ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ള മാനസിക സമ്മർദ്ദവും വളരെയധികം ഉണ്ടാവും. അങ്ങനെയുള്ള 2 വർഷം ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയാണ് കഴിച്ച് കൂട്ടിയത്. മൂത്ത മകളുടെ അനുഭവവും രണ്ടാമത്തെ ആളുടെ അനുഭവവും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ പഠനഭാരം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും +2 പഠിക്കുന്ന സയൻസ് ബയോമാത്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് തീർച്ചയായിട്ടും പഠനഭാരം ഉണ്ടാവും. പക്ഷേ അതിലൂടെ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം അത് ലഘൂകരിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ന്യൂക്ലിയസിലെ ഈ UFIP ബാച്ചിനുണ്ട്. ഇനി ചേരാൻ പോകുന്ന രക്ഷിതാക്കളോട് അല്ലെങ്കിൽ ചേരാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളോട് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഭാവി തീർച്ചയായിട്ടും ഭദ്രമാണ് ന്യൂക്ലിയസിൽ. കാരണം കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും പഠനഭാരം നമുക്ക് ലഘൂകരിക്കാനുള്ള ഒരുപാട് ടെക്നിക്സ് ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും ഇപ്പം വളരെയധികം പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ സ്കൂളിൽ പോകുന്നതിനേക്കാട്ടിലും റെഗുലർ സ്കൂളിലെ അറ്റ്മോസ്ഫിയറിനെക്കാട്ടിലും എന്തുകൊണ്ടും വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ന്യൂക്ലിയസിലുള്ളത്.